ഹായ് ഓൾ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ നമ്പർ 2 ആണ്. ഓക്കെ, മൊഡ്യൂൾ നമ്പർ 2 മെയിനായിട്ട് ഷിയർ ഡിസൈനാണ് മെയിനായിട്ട് വരുന്നത്. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈൻ, എങ്ങനെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം, ഓക്കെ, ആ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് കോഡൽ പ്രൊവിഷൻസ് ഉണ്ട്, ബോണ്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് ലെങ്ത്, ഈ കോൺക്രീറ്റും അതുപോലെ തന്നെ ഈ സ്റ്റീലും തമ്മിലുള്ള ബോണ്ടിങ്ങിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ മൊഡ്യൂളിൽ പഠിക്കും. ഓക്കെ, ഷിയർ സ്ട്രെസ്സസ് ഇൻ ബീംസ്. Shear is a term used when the two sections on either of a plane in a member have a tendency to slide along that plane. ഇപ്പോൾ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പ്ലെയിനിൽ വരുന്ന രണ്ട് സെക്ഷനും ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്നത് ഷിയറാണ്. ഓക്കെ, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ആണ് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലെയിനിൻ്റെ അപ്പുറയും ഇപ്പുറയുള്ള സെക്ഷൻ അത് തമ്മിൽ വേർപിരിയാനുള്ള ഒരു ടെൻഡൻസി. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ കാണുന്നത് പോലെ, അതായത് ഇപ്പം ഒരു പ്ലെയിനാണ്, ആ പ്ലെയിനിൻ്റെ ഒരു പോർഷൻ, ആ പ്ലെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ ഫസ്റ്റ് ഫിഗർ നോക്കുകയാണെങ്കിൽ അത് മേലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള പോർഷൻ താഴോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത്. അപ്പോൾ ഈ ഷിയർ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് ഈ പ്ലെയിനിൽ വരുന്ന ആ രണ്ട് സെക്ഷനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാം. അതായത് ലെഫ്റ്റ് സൈഡിലെ സെക്ഷൻ മേലോട്ട് പോകുന്ന രീതിയിലാണ് ഉള്ളത്, അതുപോലെ തന്നെ താഴോട്ട് പോകുന്ന രീതിയിലാണ് രണ്ടാമത്തെ ആ ഒരു പോർഷൻ ഉള്ളത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ സെപ്പറേറ്റഡ് ആവും ഈ ഷിയർ ഫോഴ്സ് വരുമ്പോൾ. ഓക്കെ, അങ്ങനെയുള്ളൊരു ടെൻഡൻസിയാണ് ഉണ്ടാകുന്നത്. സെപ്പറേറ്റഡ് ആവില്ല, സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് കപ്പാസിറ്റിയൊക്കെ പോലെ ഇരിക്കും സെപ്പറേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ആ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സെക്ഷനും സെപ്പറേറ്റഡ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. അതുപോലെ നിങ്ങൾ ഇവിടെയുള്ള റൈറ്റ് സൈഡിലുള്ള ഫിഗർ നോക്കിയാലും ആ റൈറ്റ് സൈഡിലുള്ള ഫിഗറിൻ്റെ ലെഫ്റ്റ് പോർഷൻ, ആ ഒരു പ്ലെയിനിൻ്റെ ലെഫ്റ്റ് പോർഷൻ താഴോട്ട് പോകാനുള്ള ടെൻഡൻസിയും ആ ഫോഴ്സ് താഴോട്ടാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള പോർഷൻ മേലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവിടെയും ഒരു പ്ലെയിനിൽ രണ്ട് സെക്ഷൻസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്ലെയിൻ സെപ്പറേറ്റഡ് ആവാനുള്ള ടെൻഡൻസിയാണ് അവിടെ ഉണ്ടാകുന്നത്. ഷിയർ ഈസ് എ ടേം യൂസ്ഡ് വെൻ ദ ടു സെക്ഷൻസ് ഓൺ ഐദർ സൈഡ് ഓഫ് എ പ്ലെയിൻ. ഓക്കെ, അപ്പം ഷിയർ എന്ന് പറയുന്ന ടേം എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു പ്ലെയിനിൻ്റെ രണ്ട് സൈഡ്, ഓക്കെ, ഇൻ എ മെമ്പർ ഹാവ് എ ടെൻഡൻസി ടു സ്ലൈഡ് അലോങ് ദാറ്റ് പ്ലെയിൻ. സ്ലൈഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുമ്പോൾ നമ്മളവിടെ ഡിനോട്ട് ചെയ്യുന്ന ടേം ഷിയർ ആണ്. ഓക്കെ, ആ ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത് ഷിയർ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇവിടെ കാണുന്ന ഫിഗറിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗറിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് എറോ മാർക്കിൽ കാണാം അല്ലേ, ആ ഒരു പ്ലെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്, റൈറ്റ് സൈഡ് ഡൗൺവേർഡ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഷിയർ ഫോഴ്സ് നമ്മൾ പോസിറ്റീവാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പോസിറ്റീവാണ്. ഓക്കെ, അതാണ് പോസിറ്റീവ് ഷിയർ. നിങ്ങൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള അതേ സൈൻ കൺവെൻഷൻ തന്നെയാണ്. അതേപോലെ നെഗറ്റീവ് ഷിയറിൻ്റെ കേസ് ഇപ്പോൾ രണ്ടാമത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. അവിടെ യൂസ് ചെയ്തിട്ടുള്ള സൈൻ കൺവെൻഷൻ, അല്ലെങ്കിൽ അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നെഗറ്റീവ് ഷിയർ വന്നിരിക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്ലെയിൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ് വരുമ്പോൾ നെഗറ്റീവ്, റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് വരുമ്പോൾ നെഗറ്റീവ്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് വരുമ്പോൾ പോസിറ്റീവ്, റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ് വരുമ്പോൾ പോസിറ്റീവ്. ഓക്കെ, ദിസ് ടെൻഡൻസി ഈസ് കോസ്ഡ് ബൈ ദ ഷിയർ ഫോഴ്സസ് that acts in the opposite directions on the two sides of a shear plane as shown in figure. അപ്പം ഇതിവിടെ പറഞ്ഞിരിക്കുന്ന ആ സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത് അവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സസ് കൊണ്ടാണ്. ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരു പ്ലെയിനിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഒരു പ്ലെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആ ഷിയർ ഫോഴ്സ് മുഖേനയാണ് ഇവിടെ സ്ലൈഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുന്നത്. This shear is caused by the variation of bending moment along the
സ്പാൻ. അപ്പോൾ ഈ ഷിയർ ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ബീമിൽ ബെൻഡിങ് മൊമെൻ്റ് ഉണ്ട് അല്ലേ? അതായത് ഇപ്പം ഒരു ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ബെൻഡിങ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും. അതായത് സപ്പോർട്ട്സിൽ വരുമ്പം ബെൻഡിങ് മൊമെൻറ്റ് 0, മിഡ് സ്പാനിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് വരികയും ചെയ്യും. പിന്നെ കഴിയുന്നതിനനുസരിച്ചിട്ട് മിഡ് സ്പാൻ ക്രോസ് ചെയ്തതിന് അപ്പുറത്തേക്ക് അത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അതായത് സ്പാനിൻ്റെ അകത്ത് ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ട് അല്ലേ? അപ്പം ബെൻഡിങ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഷിയർ ഫോഴ്സും ഡെവലപ്പ് ചെയ്യും. നമ്മൾ ഓൾറെഡി MOSൽ പഠിച്ചു അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഷിയർ ഫോഴ്സ് dm/dx എന്ന് പറയുന്നത്. അതായത് ബെൻഡിങ് മൊമെൻറ്റ് M ആണെങ്കിൽ dm/dx എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആണ്. അതേപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഈസ് ലോഡ് അല്ലേ? ആ ലോഡിങ്ങിൻ്റെ കേസാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ഫോഴ്സ് ആൻഡ് ലോഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ MOS പഠിച്ചിട്ടുണ്ട്. ആ റിലേഷൻഷിപ്പിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ലോഡ് ആക്ട് ചെയ്യുമ്പം ഒരു ബീമിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ബെൻഡിങ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഷിയർ ഫോഴ്സും ഉണ്ടാവും. ഷിയർ ഫോഴ്സ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അതായത് അത് തമ്മിൽ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സ് തമ്മിൽ റിലേഷൻ ഉണ്ട്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആണ്. This shear is caused by the variation of bending moment along the span. The relationship between shear V, നമുക്ക് ഷിയറിനെ V എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഷിയർ V and the bending moment M is given by V is equal to dm/dx. നമ്മൾ ഓൾറെഡി പഠിച്ച റിലേഷൻ ആണ് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് bending moment is equal to shear force. Once the shear force V is known, then shear tau V can be obtained by dividing the shear force with the area of cross section on which shear is acting. അപ്പോൾ ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പോൾ നോർമലി ഒരു ഫോഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആക്സിൽ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ ആ നോർമൽ ഫോഴ്സിൻ്റെ സ്ട്രെസ് കണ്ടുപിടിക്കുക? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ലോഡ് ഡിവൈഡ് ബൈ ഏരിയ എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ ഷിയർ ഫോഴ്സ് ഇപ്പം അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതായത് ഷിയർ ഫോഴ്സ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാം. ആ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നുള്ളതാണ്. ഓക്കെ, അത് ആക്ട് ചെയ്യുന്ന ആ ക്രോസ് സെക്ഷണൽ ഏരിയ, ആ ഫോഴ്സ് എവിടെയാണോ ആക്ട് ചെയ്യുന്നത് അവിടുത്തെ ഏരിയ ആണ്. അപ്പോൾ നോർമലി ഇപ്പം ക്രോസ് സെക്ഷണൽ ഏരിയ BD, ഓക്കെ, റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ആണ്. BD ആണ് ക്രോസ് സെക്ഷൻ വരുന്നതെങ്കിൽ ആ ക്രോസ് സെക്ഷൻ ഏരിയ B/D ആണ് വരിക. അപ്പം ഷിയർ സ്ട്രെസ് ടോ V എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഷിയർ സ്ട്രെസ്സിനെ, ടോ സഫിക്സ് V, ദാറ്റ് ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ B/D. അതായത് ഷിയർ ഫോഴ്സ് ഡിവൈഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ, റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ. Okay, once the shear force V is known, then shear stress tau V can be obtained by dividing the shear force with the area of cross section on which the shear is acting. Okay, ഇവിടെ താഴെ നിങ്ങൾക്ക് ഫിഗർ കാണാം. ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ BD വരുന്ന ഒരു ബീമിൻ്റെ ക്രോസ് സെക്ഷനാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡയഗ്രാമാണ് അവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ടോ V എന്ന് പറയുന്നത്, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് V/BD എന്ന് പഠിച്ചു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാക്സിമം ടോ മാക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1.5 V/BD ആണ്. നിങ്ങൾ ഓൾറെഡി MOSൽ പഠിച്ചതാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് ടോ മാക്സ് എന്ന് പറയുന്നത് 1.5 V/BD ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എഫക്ട്സ് ഓഫ് ഷിയർ ആണ്. ഓക്കെ, അതായത് ഒരു ബീമിൽ ഷിയർ ഫോഴ്സ് വരുന്നത് കൊണ്ട്, ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള എഫക്ട്സ് എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ഇപ്പം ബീമിൻ്റെ കേസിലാണെങ്കിൽ സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മെയിനായിട്ട് ഷിയറിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഡയഗണൽ ടെൻഷനാണ്. അപ്പോൾ എന്താണ് ഡയഗണൽ ടെൻഷൻ എന്നുള്ളതും നമ്മളിവിടെ പഠിക്കും. ആ ഒരു ഡയഗണൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾക്ക് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. കൺസിഡർ എ ബീം AB സബ്ജക്റ്റഡ് ടു ട്രാൻസ്വേഴ്സ് ലോഡ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ A. അപ്പോൾ ഫിഗർ A ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ ട്രാൻസ്വേഴ്സ് ലോഡ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബീം സിംപ്ലി സപ്പോർട്ടഡ് ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL ആണ് ആക്ട് ചെയ്യുന്ന ലോഡ്.
ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് 3 സെക്ഷൻ എടുത്തിട്ടുണ്ട്. ഒന്ന് സെക്ഷൻ 2, സെക്ഷൻ 1, സെക്ഷൻ 3 എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. സെക്ഷൻ 2 എടുത്തിരിക്കുന്നത് മിഡ് സ്പാനിലാണ്. ഓക്കെ, ബീമിൻ്റെ മിഡ് സ്പാനിലായിട്ടാണ്, അല്ലെങ്കിൽ ആ സ്പാനിൻ്റെ സെൻട്രലായിട്ടാണ് സെക്ഷൻ 2 എടുത്തിരിക്കുന്നത്, മിഡ് സ്പാനിൽ. അതേപോലെ തന്നെ സെക്ഷൻ 1 എടുത്തിരിക്കുന്നത് സപ്പോർട്ടിൻ്റെ മിഡ് സ്പാനിൻ്റെ ഇടയ്ക്കാണ്, രണ്ടിൻ്റെ ഇടയ്ക്കാണ് സെക്ഷൻ 1 എടുത്തിരിക്കുന്നത്. സെക്ഷൻ 3 എടുത്തിരിക്കുന്നത് സപ്പോർട്ടിലാണ്. ഓക്കെ, സപ്പോർട്ടിനോട് ചേർന്ന് വരുന്ന പോർഷൻ അല്ലെങ്കിൽ സപ്പോർട്ടിലാണ് സെക്ഷൻ 3 എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 3 സെക്ഷനും എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീമിൻ്റെ ക്രോസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുമ്പോൾ ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെയാണ്. അതായത് ഇവിടെ ടെൻഷൻ സോണിലാണ് വരുന്നത്. ടെൻഷൻ സോണിലാണ് 3 സെക്ഷനും 1, 2, 3 എന്ന് പറയുന്ന സെക്ഷനും നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫിഗറിൽ വേറൊരു കാര്യം കാണിച്ചിരിക്കുന്നത് സപ്പോർട്ടിൽ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു 0. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സപ്പോർട്ടിൽ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് മാക്സിമം ആയിരിക്കും. ബെൻഡിങ് മൊമെൻറ്റ് 0 ആവുന്ന സ്ഥലത്ത് ഷിയർ ഫോഴ്സ് മാക്സിമം ആയിരിക്കും. അതേപോലെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് മിഡ് സ്പാനിലാണ്. മിഡ് സ്പാനിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് 0 എന്ന് പറഞ്ഞിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. The maximum bending moment in this beam will be at midspan and the maximum shear force at the supports. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എവിടെയാണ് വരുന്നത്? മിഡ് സ്പാനിൽ അല്ലേ. അതുപോലെ മാക്സിമം ഷിയർ ഫോഴ്സ് വരുന്നത് സപ്പോർട്ട്സിലാണ്. ദ ബീം ഈസ് സബ്ജക്റ്റഡ് ടു ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ്സസ് അക്രോസ് ദ ക്രോസ് സെക്ഷൻ. അപ്പം ഈ ഒരു ബീം നോക്കുകയാണെങ്കിൽ ആ ക്രോസ് സെക്ഷൻ അലോങ് ആയിട്ട് ഓക്കെ എല്ലാ സ്ഥലത്തും ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും വരുന്നുണ്ട്. ഓക്കെ, എല്ലാ സ്ഥലത്തും. അതായത് ഇപ്പം ടോപ്പ് ടു ബോട്ടം നോക്കുകയാണെങ്കിൽ ആ ക്രോസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ബെൻഡിങ് സ്ട്രെസ്സും അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഷിയർ സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രവും അതുപോലെ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഡയഗ്രവും നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പം ന്യൂട്രൽ ആക്സിസിൽ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ കേസിൽ 0 ആയിരിക്കും. ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് കംപ്രസീവ് സ്ട്രെസ്, ബെൻഡിങ് കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. ബോട്ടത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് ബെൻഡിങ് ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ബീമിൻ്റെ അകത്ത് ഫുള്ള് ബെൻഡിങ് സ്ട്രെസ്സും അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സും ഷിയർ ഫോഴ്സും മുഖേനയുള്ള സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ലെറ്റ് us കൺസിഡർ എ സ്മോൾ എലമെൻറ്റ് 1 ഫ്രം ദ ടെൻസൈൽ സോൺ ഓഫ് ദ ബീം. അപ്പം നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത ഫിഗർ നോക്കുകയാണെങ്കിൽ 1 എന്ന് പറയുന്ന സെക്ഷൻ കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മുന്നേ നമ്മൾ നോക്കിയ ഫിഗർ, അതായത് ഈ കാണുന്ന ഫിഗറിൽ സെക്ഷൻ 1 കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രം ദ ടെൻസൈൽ സോൺ ഓഫ് ദ ബീം, ഞാൻ പറഞ്ഞ ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ സെക്ഷൻ 1, 2, 3 എടുത്തിരിക്കുന്നത്. അപ്പം ടെൻഷൻ സോണിൽ, അതായത് ന്യൂട്രൽ ആക്സിസിന് താഴെ വരുന്ന സോണിൽ 1 എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മളിപ്പം കണ്ടതുപോലെ കൺസിഡർ ചെയ്തു. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ബെൻഡിങ് ടെൻസൈൽ സ്ട്രെസ് സിഗ്മ ആസ് വെൽ ആസ് ഷിയർ സ്ട്രെസ് ടോ ആസ് ഷോൺ ഇൻ ഫിഗർ ബി. അപ്പം നേരത്തെ പറഞ്ഞു മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് മിഡ് സ്പാനിലാണ്. ഓക്കെ, അത് സപ്പോർട്ടിലേക്ക് വരുന്നതിനനുസരിച്ച് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ കുറഞ്ഞ് വരും. സപ്പോർട്ടിലെത്തുമ്പോൾ അത് 0 ആയി മാറും. അതേപോലെ ഷിയർ ഫോഴ്സിൻ്റെ കേസ്, ഷിയർ ഫോഴ്സ് മാക്സിമം സപ്പോർട്ടിലാണ്. അത് മിഡ് സ്പാനിലേക്ക് എത്തുന്നതിനനുസരിച്ചിട്ട് കുറഞ്ഞ് വരും. മിഡ് സ്പാനിലെത്തുമ്പോൾ 0 ആവും. അപ്പം മിഡ് സ്പാനിൽ നോക്കുകയാണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ഷിയർ ഫോഴ്സ് 0. അതുപോലെ സപ്പോർട്ടിൽ നോക്കുകയാണെങ്കിൽ ഷിയർ ഫോഴ്സ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് 0. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന 1 എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടല്ലോ, 1 എന്ന് പറയുന്ന സെക്ഷൻ സപ്പോർട്ടിൻ്റെയും മിഡ് സ്പാനിൻ്റെ ഇടയിൽ വരുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ ഷിയർ ഫോഴ്സും ഉണ്ടാവും, ബെൻഡിങ് മൊമെൻറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പം ഷിയർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്, ഷിയർ സ്ട്രെസ്സും അവിടെ ഉണ്ടാവും, ബെൻഡിങ് സ്ട്രെസ്സും ഉണ്ടാവും. സപ്പോർട്ടിൽ നോക്കുകയാണെങ്കിൽ സപ്പോർട്ടിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയതുകൊണ്ട് ബെൻഡിങ് സ്ട്രെസ്സ് 0 ആയിരിക്കും, ഷിയർ ഫോഴ്സ് മാക്സിമം ആയിരിക്കും, അതായത് ഷിയർ സ്ട്രെസ് മാക്സിമം ആയിരിക്കും. അതേപോലെ മിഡ് സ്പാനിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും, പക്ഷേ ബെൻഡിങ് സ്ട്രെസ് മാക്സിമം ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷൻ 1 എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡിങ് സ്ട്രെസ്സും അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സും ഉണ്ട്. ബെൻഡിങ് സ്ട്രെസ് എങ്ങനെയായിരിക്കും അതിൽ ആക്ട് ചെയ്യുന്നത്? ടെൻസൈലായിട്ടാണ്. കാരണം ടെൻസൈൽ സോണിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് സ്ട്രെസ് ടെൻസൈൽ ബെൻഡിങ് സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ബെൻഡിങ് ടെൻസൈൽ സ്ട്രെസ് സിഗ്മ ആസ് വെൽ ആസ് ഷിയർ സ്ട്രെസ് ടോ ആസ് ഷോൺ ഇൻ ഫിഗർ ബി. അപ്പോൾ ഫിഗർ ബിയിൽ അത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫിഗർ ബി നിങ്ങൾക്ക് കാണാം.
ഓക്കെ, ഫിഗർ ബി എലമെൻറ്റ് 1 നമ്മൾ ആ സെക്ഷനിലെ 1 ആണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. 1 കൺസിഡർ ചെയ്ത സമയത്ത് അതിൽ ബെൻഡിങ് സ്ട്രെസ്, ആ ഒരു സെക്ഷനിൽ ബെൻഡിങ് സ്ട്രെസ് എങ്ങനെയാണ് പിടിച്ച് വലിക്കുന്ന രീതിയിൽ ആക്ട് ചെയ്യുക അല്ലേ. അപ്പം പിടിച്ച് വലിക്കുന്ന രീതിയിൽ അത് ആക്ട് ചെയ്തിട്ടുണ്ട് ബെൻഡിങ് സ്ട്രെസ്. അതായത് ആ ഒരു സെക്ഷന് ആക്സിയലായിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിലാണ് ബെൻഡിങ് സ്ട്രെസ് വരിക. ഓക്കെ, അപ്പം ബെൻഡിങ് സ്ട്രെസ് രണ്ടിനെയും പിടിച്ച് വലിക്കുന്ന രീതിയിൽ ബെൻഡിങ് സ്ട്രെസ് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ് നിങ്ങൾക്ക് സർഫസിൽ കാണാം. ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ടോ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരിക്കും ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുക. ഓക്കെ, ബെൻഡിങ് സ്ട്രെസ് സിഗ്മയാണ്. ബെൻഡിങ് സ്ട്രെസ് സിഗ്മ ആക്ട് ചെയ്യുന്നത് പിടിച്ച് വലിക്കുന്ന രീതിയിലാണ്, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഷിയർ സ്ട്രെസ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, അതവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് സർഫസിലൂടെയാണ്, ആ ഒരു ക്രോസ് സെക്ഷൻ്റെ സർഫസിലൂടെയാണ് ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫിഗർ ക്ലിയർ ആണല്ലോ. At the midspan, the bending moment is maximum and the shear force is 0. അപ്പോൾ മിഡ് സ്പാനിൽ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ഷിയർ ഫോഴ്സ് 0 ആണ്. സോ ദ എലമെൻറ്റ് 2 ഈസ് സബ്ജക്റ്റഡ് ടു മാക്സിമം ബെൻഡിങ് ടെൻസൈൽ സ്ട്രെസ് ഓൺലി. അപ്പോൾ എലമെൻറ്റ് 2 ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള എലമെൻറ്റ് 2 എന്ന് പറയുന്നത് മിഡ് സ്പാനിൽ വരുന്നതാണ് അല്ലേ. ആ ഫിഗറിൽ നോക്കുമ്പോൾ എലമെൻറ്റ് 2 എന്ന് പറയുന്നത് മിഡ് സ്പാനിൽ വരുന്നതാണ്. അപ്പോൾ മിഡ് സ്പാനിൽ വരുന്നത് കൊണ്ട് അവിടെ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ് ആ മിഡ് സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ വരുന്ന ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ആയിരിക്കും. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, അവിടെ ഷിയർ സ്ട്രെസ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് മാത്രമേ മിഡ് സ്പാനിൽ ഉണ്ടാവുള്ളൂ. അതായത് എലമെൻറ്റ് 2 എന്ന് പറയുന്ന ആ ഒരു പോർഷൻ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബീമിൽ നിന്ന് കൺസിഡർ ചെയ്തിട്ടുള്ള ആ എലമെൻറ്റ് 2-ൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, മാക്സിമം ബെൻഡിങ് ടെൻസൈൽ സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഷിയർ സ്ട്രെസ് ഈക്വൽ ടു 0 ആണ്. ദിസ് ടെൻസൈൽ സ്ട്രെസ് tries to pull apart the section as shown in figure and the crack developed is vertical. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഫിഗറിൽ സെക്ഷൻ 2 നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എലമെൻറ്റ് 2 നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന മിഡ് സ്പാനിലാണ്. ഓക്കെ, ആദ്യം നമ്മൾ 1 കൺസിഡർ ചെയ്തു, ഇപ്പോൾ സെക്ഷൻ 2. ഓക്കെ, അപ്പോൾ അതിൽ സെക്ഷൻ 2-ന് കറസ്പോണ്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ ആ എലമെൻറ്റ് 2-ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ് മാത്രമായിരിക്കും. ആ ബെൻഡിങ് സ്ട്രെസ് മാക്സിമം ആയിരിക്കും, കാരണം മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ്. അപ്പം ഇവിടെ വരുന്ന ആ ഒരു സ്ട്രെസ് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ അവിടെ സിഗ്മ ആക്ട് ചെയ്യുന്നത് ഇങ്ങനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അല്ലേ. അവിടെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, ഷിയർ സ്ട്രെസ് 0 ആയതുകൊണ്ട് ഷിയർ സ്ട്രെസ് ആ ഡയഗ്രത്തിൽ ഉണ്ടാവില്ല. പക്ഷേ സിഗ്മ ബെൻഡിങ് സ്ട്രെസ് മാക്സിമം ആയിരിക്കും. സിഗ്മ മാക്സ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഫിഗർ സിയിൽ കാണാനായിട്ട് പറ്റുന്നത്, എലമെൻറ്റ് 2-ൻ്റെ ഫിഗറിൽ. അപ്പം രണ്ട് സൈഡിൽ നിന്നും ബെൻഡിങ് സ്ട്രെസ് ആക്ട് ചെയ്യുമ്പോൾ, അതായത് ടെൻസൈൽ ആയിട്ടുള്ള ബെൻഡിങ് സ്ട്രെസ് ആക്ട് ചെയ്യുമ്പം രണ്ട് സൈഡിൽ നിന്ന് പിടിച്ച് വലിക്കുന്ന രീതിയിൽ ആ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പിടിച്ച് വലിക്കുന്ന രീതിയിൽ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടാവുന്ന ടെൻഡൻസി എന്ന് പറയുന്നത് എന്താ, സെപ്പറേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് അല്ലേ. ആ ബെൻഡിങ് മൂവ്മെൻറ്റ് കാരണം അവിടെ ടെൻസൈലായിട്ടുള്ള ഫോഴ്സ് ഡെവലപ്പ് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് അവിടെ വരുന്നത്. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൂവ്മെൻറ്റ് ആയതുകൊണ്ട് അവിടെ വരുന്ന ബെൻഡിങ് സ്ട്രെസ് മാക്സിമം ആണ്, സിഗ്മ മാക്സ് ആണ്. അത് അവിടെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് അവിടെയുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് രണ്ട് പാർട്ടായിട്ട്. അപ്പോൾ ആ ക്രാക്ക് ഫോം ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ആണ് അവിടെ തന്നിട്ടുള്ളത്. നടുക്കുന്ന ക്രാക്ക് വരാനുള്ള ചാൻസ്, അതായത് രണ്ട് സൈഡിൽ നിന്ന് വലിക്കുമ്പം ഓക്കെ ആ ഫോഴ്സ് ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ രണ്ട് സൈഡിൽ നിന്നും വലിക്കുന്ന സമയത്ത് അത് സെപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ അവിടെ ക്രാക്ക് ഫോം ചെയ്യും അതിൻ്റെ മിഡിലായിട്ട് ഏകദേശം. അപ്പോൾ അതാണ് നമുക്കിവിടെ ഫിഗറിൽ കാണുന്നത്. ബെൻഡിങ് സ്ട്രെസ് മാത്രം ആക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ് കാണുന്നത്. അതായത് ക്രാക്ക് വെർട്ടിക്കലായിട്ടുള്ള ക്രാക്ക് ഇതിൽ ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, this tensile stress tries to pull apart the section as shown in figure C and the crack developed is vertical. അപ്പോൾ ക്രാക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെർട്ടിക്കലാണോ, അതെങ്ങനെയാണ് പുള്ളി ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ ആ ഫിഗർ സി എന്ന് മനസ്സിലാക്കി. ഓക്കെ, അറ്റ് ദ സപ്പോർട്ട്, ഇനി സപ്പോർട്ട് കൺസിഡർ ചെയ്യാം. ദ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് 0 ആൻഡ് ദ ഷിയർ ഫോഴ്സ് ഈസ് മാക്സിമം. സപ്പോർട്ടിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്, അപ്പോൾ അവിടെ ഉള്ള ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ മാക്സിമം ആണ് അല്ലേ. ബെൻഡിങ് മൊമെൻറ്റ് സപ്പോർട്ടിൽ ബെൻഡിങ് മൊമെൻറ്റ് 0, ഷിയർ ഫോഴ്സ് മാക്സിമം. മിഡ് സ്പാനിൽ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം, ഷിയർ ഫോഴ്സ് 0. Thus the element 3 is subjected to maximum shear stress.
ആൻഡ് നോ ബെൻഡിങ് സ്ട്രെസ് ആസ് ഷോൺ ഇൻ ഫിഗർ ഡി. അപ്പോൾ എലമെൻറ്റ് 3 എന്ന് പറയുന്നത്, നമ്മൾ എലമെൻറ്റ് 3 കൺസിഡർ ചെയ്തിരിക്കുന്നത് സപ്പോർട്ടിനോട് ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ എലമെൻറ്റ് 3 സപ്പോർട്ടിനോട് ചേർന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ അവിടുത്തെ ഷിയർ ഫോഴ്സ് മാക്സിമം ആയിരിക്കും. ബെൻഡിങ് ഫോഴ്സ് അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് അവിടെ 0 ആയിരിക്കും. ഓക്കെ, അവിടെ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്, മാക്സിമം ഷിയർ സ്ട്രെസ് സപ്പോർട്ടിനോട് ചേർന്ന് ഡെവലപ്പ് ചെയ്യും, കാരണം അവിടെ ഷിയർ ഫോഴ്സ് മാക്സിമം ആണ്. ഓക്കെ, അതേപോലെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ 0 ആയതുകൊണ്ട് അവിടെ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ ഉണ്ടാവില്ല, ബെൻഡിങ് സ്ട്രെസ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എലമെൻറ്റ് 3യിൽ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആ ഫിഗറിൽ എലമെൻറ്റ് 3യിൽ ബെൻഡിങ് സ്ട്രെസ് 0 ആയിരിക്കും, ഷിയർ സ്ട്രെസ് മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം, ആ ഒരു ഫിഗർ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ 3 എന്ന് പറയുന്ന എലമെൻറ്റ് സപ്പോർട്ടിനോട് ചേർന്നിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ ബെൻഡിങ് മൊമെൻറ്റ് 0, ഷിയർ ഫോഴ്സ് മാക്സിമം. ഇവിടെ ഫിഗർ ഡി നമ്മൾ നോക്കുമ്പം അവിടെ ബെൻഡിങ് സ്ട്രെസ് ഇല്ല, സിഗ്മ എന്ന് പറയുന്ന ടേം ഇല്ല, പക്ഷേ ടോ വാല്യൂ ഉണ്ട്. ഓക്കെ, അതായത് ഷിയറിൻ്റെ വാല്യൂ ഉണ്ട്, ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അപ്പോൾ ആ മാക്സിമം ഷിയർ സ്ട്രെസ്സാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ടെൻഡൻസി എന്താ, ഇവിടെ ടോപ്പിലും ആ ലെഫ്റ്റ് സൈഡിലുള്ള ടോ മാക്സിൻ്റെ ആക്ടിങ് എങ്ങനെയാണ്, ടുവേർഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. അതായത് ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും, അതുപോലെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡിലേക്ക് മൂവ് ചെയ്യും. അതേപോലെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഡൗൺവേർഡ് മൂവ് ചെയ്യും, അതുപോലെ ബോട്ടത്തിൽ ടുവേർഡ്സ് റൈറ്റ് മൂവ് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടെൻഡൻസി എന്ന് പറയുന്നത് ഡയഗണൽ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അവിടെ ILKJ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ കോണേഴ്സും അല്ലേ. ആ ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ആ ഒരു സെക്ഷൻ്റെ കോണേഴ്സൊക്കെ ILKJ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഈ രീതിയിൽ ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഡയഗണൽ IK എന്ന് പറയുന്ന പോർഷൻ സെപ്പറേറ്റഡ് ആവാൻ, അതായത് അവിടെ രണ്ടിനെയും ഡിസ്റ്റൻസ്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്ന രീതിയിലാണ് അവിടെ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ IJ എന്ന് പറയുന്ന പോർഷൻ അടുത്ത് വരുന്ന രീതിയിലും, ഐയും ജെയും തമ്മിൽ അടുത്ത് വരുന്ന രീതിയിലും, അതുപോലെ തന്നെ IK എന്ന് പറയുന്ന പോർഷൻ വലിയുന്ന രീതിയിലുമാണ്, അതായത് അതിൻ്റെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുമാണ് അവിടെ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. എന്ന് പറയുന്ന ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ടോ മാക്സ് എന്ന് പറയുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഡയഗണൽ IK എന്നുള്ളത് ഇൻക്രീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ പൊസിഷൻ IK എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് I', K' എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് വന്നു. അതേപോലെ LJ എന്ന് പറയുന്നത് L', J' എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ അവിടെ കാണാം L', J' എന്ന് പറയുന്നത് അടുത്ത് വരിക ചെയ്തത് അല്ലേ, അതിൻ്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു വരിക ചെയ്തത്. പക്ഷേ I', K'-ൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക ചെയ്തത്, ആ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താ, ഈ രീതിയിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ പിടിച്ച് വലിക്കുന്ന പോർഷൻ അല്ലേ, അവിടെ ഒരു ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ടെൻസൈൽ സ്ട്രെസ്, അതായത് ഐയും കെയും, ഓക്കെ, IK എന്ന് പറയുന്ന ഡയഗണലിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ അതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നതെന്ന് പറയുന്ന ഒരു ടെൻസൈൽ സ്ട്രെസ്സാണ് അല്ലെ, പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് വീക്ക് ഇൻ ടെൻഷനാണ്, സ്ട്രോങ് ഇൻ കംപ്രഷനാണ്. അപ്പോൾ ടെൻസൈൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്തു അല്ലേ, ടെൻസൈൽ ആയിട്ടുള്ള ഫോഴ്സ് അല്ലെങ്കിൽ ടെൻസൈൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ് അവിടെ ഈ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്തത് കൊണ്ട് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ആ ഒരു ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്തുകൊണ്ട് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്രാക്ക് ഫോം ചെയ്യും, കാരണം കോൺക്രീറ്റ് ഈസ് വീക്ക് ഇൻ ടെൻഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്നത് പോലെ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ, കാരണം ഡയഗണലി ആണ് ആ ഫോഴ്സ്, ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടെൻസൈൽ സ്ട്രെസ് ഡയഗണലി ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡയഗണലി ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ക്രാക്കും ഡയഗണലി ആയിരിക്കും. നിങ്ങൾക്ക് കാണാം അവിടെ ഏകദേശം 45 ഡിഗ്രിയിലായിട്ടാണ് അവിടെ ക്രാക്ക് ഫോം ചെയ്തിട്ടുള്ളത്. ആ രണ്ട് ഫോഴ്സ് പിടിച്ചു വലിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഡയഗണലി അത് സെപ്പറേറ്റഡ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ ആ ക്രാക്ക് ഉള്ളത് ഡയഗണലി ആയിട്ടാണ്. ഓക്കെ, അതായത് IJ എന്ന് പറയുന്ന ആ ഒരു പോർഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ്, ഡയഗണലി ആയിട്ടാണ്, ആ ഡയഗണലിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അവിടെ ക്രാക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, IK എന്ന് പറയുന്ന ആ ഡയഗണലിന് അലോങ് ആയിട്ട് ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ആ ടെൻസൈൽ സ്ട്രെസ് മുഖേന ഈ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ സെപ്പറേറ്റഡ് ആവാനുള്ള ഒരു ടെൻഡൻസി ആണുള്ളത്. അപ്പോൾ സെപ്പറേറ്റഡ് ആകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അവിടെ ഒരു ക്രാക്ക് ഫോം ചെയ്യും. ഓക്കെ, ആ ടെൻഷൻ കാരണം ക്രാക്ക് ഫോം ചെയ്യും. ആ ക്രാക്കിന് പറയുന്നത് ഡയഗണൽ ക്രാക്ക് എന്നാണ്, അതായത് 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ആ ഡയഗണലിന് അലോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ക്രാക്ക് ആയതുകൊണ്ട്.
Okay. At the support, the bending moment is 0 and the shear force is maximum. സപ്പോർട്ടിൽ ബെൻഡിങ് മൊമെൻറ്റ് 0, ഷിയർ ഫോഴ്സ് മാക്സിമം ആണ്. അതാണ് നമ്മളിപ്പോൾ ഫിഗറിൽ കണ്ടത്. ദസ് ദ എലമെൻറ്റ് 3 ഈസ് സബ്ജക്റ്റഡ് ടു മാക്സിമം ഷിയർ സ്ട്രെസ് ആൻഡ് നോ ബെൻഡിങ് സ്ട്രെസ്സസ് ആസ് ഷോൺ ഇൻ ഫിഗർ ഡി. ഓക്കെ, അപ്പം ഓൾറെഡി പറഞ്ഞതാണ് എലമെൻറ്റ് 3 മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ടാവും. എലമെൻറ്റ് 3ൽ ബെൻഡിങ് സ്ട്രെസ് 0 ആയിരിക്കും. ഡ്യൂ ടു ദിസ് സ്ട്രെസ് കണ്ടീഷൻ the diagonal ik of the element is subjected to tensile stresses as shown in figure E. ഇപ്പോൾ നമ്മൾ ഫിഗർ ഇ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഡയഗണൽ ik അല്ലേ, ടെൻസൈൽ സ്ട്രെസ് ik എന്ന് പറയുന്ന ആ ഒരു ഡയഗണലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഈ ഒരു സ്ട്രെസ് കണ്ടീഷൻ കാരണം, അതായത് മാക്സിമം ഷിയർ സ്ട്രെസ് വരുന്നത് സപ്പോർട്ടിലാണ്, അവിടെ ബെൻഡിങ് സ്ട്രെസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഷിയർ സ്ട്രെസ്സിൻ്റെ കണ്ടീഷൻ കാരണം, അല്ലെങ്കിൽ ആ സ്ട്രെസ് കണ്ടീഷൻ കാരണം ഡയഗണൽ ikയിൽ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ IK എന്ന് പറയുന്ന ആ പോയിൻറ്റ്സ് സെപ്പറേറ്റഡ് ആവും ഈ ടെൻസൈൽ സ്ട്രെസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഡെവലപ്പ് ചെയ്യും, അതായത് ആ ഒരു ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഫോഴ്സ് മുഖേന സെപ്പറേറ്റ് ആവുന്ന രീതിയിൽ അതിൻ്റെ അടുത്ത ഡയഗണലിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്രാക്ക് ഫോം ചെയ്യും അല്ലേ. ആസ് ദ കോൺക്രീറ്റ് ഈസ് വെരി വീക്ക് ഇൻ ടെൻഷൻ ഇറ്റ് സ്പ്ലിറ്റ് അലോങ് ദ ഡയഗണൽ അറ്റ് 45 ഡിഗ്രി ആൻഡ് ഡെവലപ്സ് ക്രാക്ക് ആസ് ഷോൺ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫിഗറിൽ നോക്കിയതാണ്. അപ്പോൾ ഈ കോൺക്രീറ്റ് എന്താണ്, ടെൻസൈൽ സ്ട്രെങ്ത്തിൽ വീക്കാണ് അല്ലേ. കോൺക്രീറ്റ് ഈസ് വീക്ക് ഇൻ ടെൻഷൻ. അതുകൊണ്ട് തന്നെ ഈ ടെൻസൈൽ സ്ട്രെസ് ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ കോൺക്രീറ്റ് സെപ്പറേറ്റഡ് ആവാൻ ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിൻ്റെ അകത്ത് ക്രാക്ക് ഡെവലപ്പ് ചെയ്യും. ആ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ്. ഓക്കെ, നമ്മൾ ഫിഗറിന്ന് കണ്ടു 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ അവിടെ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇ എന്ന് പറയുന്ന ഫിഗറിൽ 45 ഡിഗ്രിയിൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്തു. അതായത് IK എന്ന് പറയുന്ന ആ ഒരു പോർഷൻ സെപ്പറേറ്റഡ് ആകുമ്പം, അതായത് അതിൻ്റെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റഡ് ആകും. അപ്പോൾ ക്രാക്ക് ഫോം ചെയ്യുന്നത് 45 ഡിഗ്രിയിൽ എലോങ് JL എന്ന് പറയുന്ന ഡയഗണൽ എലോങ് ആയിട്ട് ക്രാക്ക് ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ആസ് ദ കോൺക്രീറ്റ് ഈസ് വീക്ക്, concrete is very weak in tension, it split along the diagonal at 45 degree and develops crack as shown. This tension which is caused in the tensile zone of the beam due to shear at or near the supports is called as diagonal tension. അപ്പം ഈ ഡെവലപ്പ് ചെയ്ത ടെൻഷൻ, ഓക്കെ, അതായത് ഈ ബീമിൻ്റെ ടെൻസൈൽ സോണിലാണ് ഈ ടെൻഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ടെൻസൈൽ സോണിൽ ഡെവലപ്പ് ചെയ്യുന്ന നമ്മൾ ഈ ഫിഗറിൽ കണ്ടിട്ടുള്ള ആ ടെൻഷൻ എന്ത് കാരണം, ബെൻഡിങ് കാരണമല്ല, ഷിയർ കാരണം. ഓക്കെ, ഷിയർ മുഖേന ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെൻഷൻ, ടെൻസൈൽ സോണിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെൻഷൻ, അതായത് ഡയഗണലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ടെൻഷന് പറയുന്ന പേരാണ് ഡയഗണൽ ടെൻഷൻ. ഓക്കെ, ദിസ് ടെൻഷൻ വിച്ച് ഈസ് കോസ്ഡ് ഇൻ ദ ടെൻസൈൽ സോൺ ഓഫ് ദ ബീം ഡ്യൂ ടു ഷിയർ അറ്റ് ഓർ നിയർ ദ സപ്പോർട്ട്സ് ഈസ് കോൾഡ് ആസ് ഡയഗണൽ ടെൻഷൻ. അപ്പോൾ അത് ഒക്കർ ചെയ്യുന്നത് എവിടെയാണ്, സപ്പോർട്ട്സിലോ അല്ലെങ്കിൽ സപ്പോർട്ട്സിനോട് ചേർന്നിട്ടോ ആണ് ഈ ഡയഗണൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷിയർ സ്ട്രെസ് കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള ഷിയർ സ്ട്രെസ് കാരണം ആ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് അല്ലാതെ ടെൻസൈലായിട്ടൊരു എഫക്റ്റ് വരുന്നുണ്ട് അല്ലേ. അതായത് 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ആ ഡയഗണൽ എലോങ് ആയിട്ട് ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ ഷിയർ സ്ട്രെസ് കാരണം. ആ ടെൻഷന് പറയുന്ന പേരാണ് ഡയഗണൽ ടെൻഷൻ. ഓക്കെ, നമ്മൾ ഫിഗറിൽ കണ്ട ആ IK എന്ന് പറയുന്ന ഡയഗണൽ എലോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആ ടെൻസൈൽ ഫോഴ്സ് അല്ലെങ്കിൽ ആ ടെൻസൈൽ സ്ട്രെസ്സാണ് ഡയഗണൽ ടെൻഷൻ. ഓക്കെ, ദ ഡയഗണൽ ടെൻഷൻ റിസൾട്ട്സ് ഇൻ ക്രാക്ക് അറ്റ് 45 ഡിഗ്രി. ഈ ഡയഗണൽ ടെൻഷൻ കൊണ്ട് നമ്മൾ കണ്ടു ഫിഗറിൽ അല്ലേ, 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ അവിടെ ക്രാക്ക് ഫോം ആവുക ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റ് ഈസ് ക്വൈറ്റ് സ്ട്രോങ് ഇൻ ഷിയർ ബട്ട് ദ ഡയഗണൽ ടെൻഷൻ വിച്ച് ഈസ് കോസ്ഡ് ബൈ ഷിയർ കനോട്ട് ബി റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ് അലോൺ. അപ്പോൾ കോൺക്രീറ്റ് ഷിയറിൽ സ്ട്രോങ് ആണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഷിയർ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ കോൺക്രീറ്റ് റെസിസ്റ്റ് ചെയ്തോളും, അതായത് സ്ലൈഡിങ്ങിന് അലോ ചെയ്യാതെ കോൺക്രീറ്റ് നിർത്തിക്കോളും. എന്നാൽ ഈ ഷിയർ കാരണം ഈ ഡയഗണൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ആ 45 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് ഡയഗണലായിട്ട് ഈ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കോൺക്രീറ്റ് ഈസ് വീക്ക് ഇൻ ടെൻഷനാണ്. അപ്പോൾ ഈ ഡയഗണലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കോൺക്രീറ്റിനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി ആ കോൺക്രീറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം.
അതായത് ഈ ഡയഗണൽ ടെൻഷനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. കാരണം സ്റ്റീലിന് ടെൻഷൻ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ, ആ ടെൻഷൻ കൂടുതൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീലിനാണ്. അതുകൊണ്ടാണ് നമ്മൾ ബെൻഡിങ് സ്ട്രെസ് ടെൻസൈൽ സോണിലുള്ള ബെൻഡിങ് സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബോട്ടത്തിൽ ഡിസൈൻ ചെയ്യുമ്പോൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമാത്രം പോരാ, ഈ ഷിയർ മുഖേന ഡയഗണൽ ടെൻഷനും ബീമിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഡയഗണൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ആ ടെൻഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് സ്പെഷ്യൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റും കൂടി ബീമിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യണം. Okay, so shear reinforcement is provided in the RCC beams to take up diagonal tension and to prevent cracking of beam. അപ്പം ഈ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന, നമ്മൾ ഫിഗറിൽ കണ്ടതുപോലെ ഡെവലപ്പ് ചെയ്യുന്ന ഡയഗണൽ ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ റെസിസ്റ്റ് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന ആ ക്രാക്കിങ്ങിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രാക്ക് പാറ്റേൺ, ഈ ഫിഗറിൽ അവിടെ ഫോം ചെയ്യുന്ന ക്രാക്ക് പാറ്റേൺ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പം ആ എക്സാക്ട് മിഡിൽ, ആ മിഡ് സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ക്രാക്ക് സ്ട്രെയിറ്റ് ആണ് അല്ലേ, വെർട്ടിക്കലായിട്ടാണ് അവിടെ ക്രാക്ക്. നമ്മൾ ഓൾറെഡി പഠിച്ചു മിഡ് സ്പാനിൽ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആണ്. അപ്പോൾ അവിടെ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ആയിരിക്കും. പക്ഷേ ഷിയറിൻ്റെ വാല്യൂ, അവിടെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 ആണ് മിഡ് സ്പാനിൽ അല്ലേ. അപ്പം പൂർണ്ണമായിട്ടും അവിടെ ക്രാക്ക് ഫോം ചെയ്യുന്നത് എന്ത് മുഖേനയാണ്? ബെൻഡിങ് സ്ട്രെസ് മുഖേനയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബെൻഡിങ് സ്ട്രെസ് മാത്രമുള്ള കേസ് എടുത്തപ്പോൾ രണ്ട് സൈഡിൽ നിന്നും, ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും പിടിച്ച് വലിക്കുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സാണ് ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൽ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ക്രാക്ക് എങ്ങനെയായിരുന്നു? വെർട്ടിക്കലായിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയും വെർട്ടിക്കലായിട്ടുള്ള ക്രാക്കാണ് മിഡ് സ്പാനിൽ ഫോം ചെയ്തിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ എൻഡിലേക്ക്, സപ്പോർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം ക്രാക്ക് ഫോം ചെയ്തിട്ടുള്ളത് 45 ഡിഗ്രി ഇൻക്ലിനേഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഓക്കെ, അപ്പം ആ ക്രാക്ക് എന്തുകൊണ്ട് ഫോം ചെയ്യുന്നതാണ്? സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ക്രാക്ക് എന്തുകൊണ്ട് ഫോം ചെയ്യുന്നതാണ്? ഷിയർ കാരണം ഫോം ചെയ്യുന്നതാണ്. ഷിയർ കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഡയഗണൽ ടെൻഷൻ കാരണം ഫോം ചെയ്യുന്ന ക്രാക്കാണ് നിങ്ങൾക്ക് രണ്ട് സപ്പോർട്ടിലായിട്ട് കാണാൻ പറ്റുന്നത്. അതേപോലെ അതിൻ്റെ ഇടയിൽ, അതായത് എൻഡിലും അതുപോലെ തന്നെ മിഡ് സ്പാനിനും ഇടയിൽ വരുന്ന ക്രാക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് 45 ഡിഗ്രിയിൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് മിഡ് സ്പാനിലേക്ക് വരും, ഇൻക്രീസ് ചെയ്ത് വന്നിട്ട് മിഡ് സ്പാനിലെത്തിയപ്പോൾ അത് 90 ഡിഗ്രി അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ഒരു ക്രാക്കായിട്ട് മാറിയത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഫ്ലെക്ചർ കൊണ്ട് അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് കൊണ്ട് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ക്രാക്കിന് നമ്മൾ പറയുന്നത് ഫ്ലെക്ചർ ക്രാക്ക് എന്നാണ്. അത് മിഡ് സ്പാനിൽ നിങ്ങൾക്ക് കാണാം. അവിടെ ബെൻഡിങ് സ്ട്രെസ് കൊണ്ട് മാത്രമാണ് അവിടെ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. അത് വെർട്ടിക്കലാണ്. ഓക്കെ, ബെൻഡിങ്ങിന് പറയുന്ന വേറൊരു പേരെന്താ? ഫ്ലെക്ചർ എന്നാണ് അല്ലേ. അപ്പം ബെൻഡിങ് കാരണം അല്ലെങ്കിൽ ഫ്ലെക്ചർ കാരണം വരുന്ന ആ ക്രാക്കിന് പറയുന്നത് ഫ്ലെക്ചർ ക്രാക്ക് എന്നുള്ളതാണ്. അതേപോലെ സപ്പോർട്ടിലേക്കുള്ള ക്രാക്ക് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഡയഗണൽ ടെൻഷൻ ക്രാക്ക് എന്നാണ്. അതായത് ഷിയർ സ്ട്രെസ് മുഖേന വരുന്ന ഡയഗണൽ ടെൻഷൻ മുഖേന വരുന്ന ക്രാക്കാണ്. ഓക്കെ, അതുകൊണ്ട് ഡയഗണൽ ടെൻഷൻ ക്രാക്കാണ് സപ്പോർട്ട്സിലേക്കുള്ളത്. അതേപോലെ സപ്പോർട്ടിൻ്റെ മിഡ് സ്പാനിൻ്റെ ഇടയിൽ വരുന്നത് എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ക്രാക്സ് ആണ്? ഈ ബെൻഡിങ് സ്ട്രെസ്സും അവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സും ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ക്രാക്കാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന പോർഷനിൽ വരുന്നത്. അതുകൊണ്ട് അതിന് പറയുന്ന പേര് ഫ്ലെക്ചർ ഷിയർ ക്രാക്ക് എന്നാണ്. ഫ്ലെക്ചറും ഉണ്ട്, ഷിയറും ഉണ്ട്. അപ്പോൾ ഫ്ലെക്ചറും ഷിയറും കൊണ്ട് വരുന്ന ക്രാക്ക് ഫ്ലെക്ചർ ഷിയർ ക്രാക്ക് എന്ന് പറഞ്ഞ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, the crack pattern for a simply supported beam is shown in figure. അപ്പോൾ ക്രാക്ക് പാറ്റേൺ ആണ് നമ്മൾ കണ്ടത്. at or near the midspan the crack will be vertical. ഫ്ലെക്ചർ ക്രാക്സ് ഡ്യൂ ടു ബെൻഡിങ് അലോൺ. അപ്പോൾ മിഡ് സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രാക്ക് വെർട്ടിക്കലാണ്. ആ ക്രാക്ക് എന്ന് പറയുന്നത് ഫ്ലെക്ചർ ക്രാക്സ് എന്നാണ് നമ്മൾ പേര് പറയുന്നത്. കാരണം അത് ബെൻഡിങ് കൊണ്ട് മാത്രം വരുന്ന ക്രാക്കാണ്. ഓക്കെ, അറ്റ് ഓർ നിയർ ദ സപ്പോർട്ട്സ് ദ ക്രാക്സ് ആർ ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി. സപ്പോർട്ട്സിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ആ ഇൻക്ലിനേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പം മിഡ് സ്പാനിൽ നിന്ന് സപ്പോർട്ടിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇൻക്ലിനേഷൻ, ആ ക്രാക്കിൻ്റെ ഇൻക്ലിനേഷൻ കുറഞ്ഞു വന്നിട്ടുണ്ട്. സപ്പോർട്ട്സിലെത്തിയപ്പോൾ അതിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഓക്കെ, ആ 45 ഡിഗ്രിയിലുള്ള ക്രാക്ക് ഫോം ചെയ്തിട്ടുള്ളത് ഷിയർ അല്ലെങ്കിൽ ഷിയർ മുഖേനയാണ്. ഷിയർ മുഖേന ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡയഗണൽ ടെൻഷൻ കാരണമുള്ള ക്രാക്കാണത്. ഓക്കെ, സപ്പോർട്ട്സിലേക്ക് ഡയഗണൽ ടെൻഷൻ ക്രാക്സ് ആണ്. ഡയഗണൽ ടെൻഷൻ കാരണം ഡെവലപ്പ്, അല്ലെങ്കിൽ ഷിയർ ക്രാക്ക് എന്നും പറയാം. ഷിയർ ഫോഴ്സ് മുഖേന അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് മുഖേനയുള്ള ഡയഗണൽ ടെൻഷൻ കാരണം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ക്രാക്ക്. അപ്പോൾ അതിന് പറയുന്ന പേര് ഷിയർ ഓർ ഡയഗണൽ ടെൻഷൻ ക്രാക്സ് എന്നാണ്. ആ ക്രാക്കിൻ്റെ ഇൻക്ലിനേഷൻ 45 ഡിഗ്രിയിലായിരിക്കും. അത് ഒക്കർ ചെയ്യുന്നത് സപ്പോർട്ട്സിനോട് ചേർന്ന് അല്ലെങ്കിൽ സപ്പോർട്ട്സ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ദ സപ്പോർട്ട്സ് ആൻഡ് മിഡ് സ്പാൻ ദ ക്രാക്സ് ഇൻക്ലിനേഷൻ വേരി ഫ്രം 45 ഡിഗ്രി ടു 90 ഡിഗ്രി ഗ്രാജുവലി. അപ്പോൾ സപ്പോർട്ടിൻ്റെയും മിഡ് സ്പാനിൻ്റെയും
ഇടയ്ക്ക് വരുന്നത്. ഓക്കെ, അതിൻ്റെ ആ ക്രാക്സിൻ്റെ ഇൻക്ലിനേഷൻ ഇപ്പോൾ സപ്പോർട്ടിൽ 45 ഡിഗ്രി, മിഡ് സ്പാനിലെത്തിയപ്പോൾ 90 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള പോർഷൻ നോക്കുമ്പം ആ ക്രാക്ക് 45 ഡിഗ്രിയിൽ നിന്ന് ക്രാക്കിൻ്റെ ഇൻക്ലിനേഷൻ 90ലേക്ക് ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അത് വേരി ചെയ്യും, 45 നിന്ന് 90 ഡിഗ്രിയിലേക്ക് വേരി ചെയ്യും. അതായത് ഗ്രാജുവലി അതായത് ഓരോ ഡിസ്റ്റൻസ് പോകുന്നതിനനുസരിച്ച് അവിടെ ഫോം ചെയ്യുന്ന ക്രാക്കിൻ്റെ ഇൻക്ലിനേഷൻ 45 ഡിഗ്രിയിൽ നിന്ന് ഇൻക്രീസ് ചെയ്തിട്ട് മിഡ് സ്പാനിലെത്തുമ്പോഴത്തേനും അത് 90 ഡിഗ്രി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതെന്നുള്ള ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അതായത് ഷിയർ സ്ട്രെസ് മുഖേന അല്ലേ, അവിടെ ഒരു കോൺക്രീറ്റിൻ്റെ ബീമിൻ്റെ അകത്ത് ഡയഗണൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. ഡയഗണൽ ടെൻഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഡയഗണൽ ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കോൺക്രീറ്റിനില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.